അതൃപ്തി തുടർന്ന് ആന്റണി തനിക്കെതിരെ പ്രവർത്തിച്ച ഉപജാപക സംഘം നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെയും പ്രവർത്തിക്കുന്നതായി ആന്റണി. സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റണി MP പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു ആന്റോയുടെ പ്രതികരണം. കപ്പിനും ചുണ്ടിനുമിടയിലാണ് ആന്റണിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ഉറപ്പായ പ്രസിഡന്റ് സ്ഥാനം തട്ടിത്തെറിപ്പിച്ചതിന് പിന്നിൽ കോൺഗ്രസുകാർ തന്നെയാണെന്നാണ് ആന്റണിയുടെ വിശ്വാസം. സണ്ണി ജോസഫിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലും തനിക്കെതിരെ പ്രവർത്തിച്ച ഉപജാപവൃന്ദം തന്നെയാണെന്ന് ആന്റണി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴാണ് ആന്റോയുടെ പരസ്യ പ്രതികരണം. സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ആന്റോ പറഞ്ഞു. ചില മതനേതാക്കളുടെ സമ്മർദ്ദങ്ങൾ പരിഗണിച്ച സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കിയതിൽ വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. കോൺഗ്രസിന് ഉപദേശം നൽകാൻ വെള്ളാപ്പള്ളി സമയമെടുക്കേണ്ടെന്നും ആന്റണി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് ആന്റണിയുടെ പരസ്യ വെല്ലുവിളി. അതേസമയം കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ തന്നെ ബഹുമാനനായ ലീഡർ ശ്രീ K. കരുണാകരൻ്റെ തൃശ്ശൂരിലെ സ്മൃതി മണ്ഡപത്തിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലും വന്ന് ഞങ്ങൾ അനുഗ്രഹം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിക്കുകയും ചെയ്തു. BJPയുമായി ചേർന്ന് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നെന്ന് ആന്റണി നേരത്തെ പറഞ്ഞിരുന്നു. ഈ വിവാദം കെട്ടടങ്ങുന്നതിനു മുമ്പാണ് ആന്റണിയുടെ പരസ്യ പ്രതികരണം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.